ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ അമ്മ നമ്മളെ വിട്ടു പിരിഞ്ഞു, പക്ഷേ നമ്മളെ മനസ്സിലെന്നും അമ്മ ഉണ്ടാകും അല്ലേ? ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അമ്മയുടെ പാട്ടുകൾ പാടാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് തന്നെയായാലും അമ്മയുടെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. അപ്പം ഈ പാട്ടുകളിലൂടെ അമ്മ ഇനിയും നമ്മുടെ മനസ്സിലൊക്കെ ജീവിച്ചിരിക്കും. ഇന്ന് നമുക്ക് ജാനകിയമ്മയുടെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. സന്ധ്യയെ, കണ്ണീരിതെന്തേ സന്ധ്യയെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മദനോത്സവം എന്ന സിനിമയിൽ ONV സാറിൻ്റെ വരികൾക്ക് സനിൽ ചൗധരിയാണ് ഈണം കൊടുത്തിട്ടുള്ളത്. അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഗാനം ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, എനിക്കേറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ നേരിട്ട് ലൈവായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മയെ നേരിട്ട് കാണാൻ പറ്റി, തൊട്ടടുത്ത് കാണാൻ പറ്റുക, സംസാരിക്കാൻ പറ്റുക, അതുപോലെ പാട്ടുകൾ കേൾക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പം അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ? അപ്പോൾ അതൊരു എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാനും കരുതുന്നു. അപ്പം നിങ്ങൾക്കും നല്ല നല്ല വേദികൾ കിട്ടട്ടെ, നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക എല്ലാവരും കേട്ടോ. ഓരോ വരികൾ ശ്രദ്ധിച്ച് നന്നായി ഇരുന്ന് പഠിക്കണം. പെട്ടെന്ന് നമ്മളങ്ങ് പഠിച്ചു പോകരുത്. നന്നായി ഇരുന്ന് കേട്ട് ശ്രദ്ധിച്ച് പഠിച്ചു പോകണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കും പാടാൻ പറ്റും. നമ്മളെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മൾ സക്സസ് ആവുന്നത് നമ്മൾ ഹാർഡ് വർക്ക് എടുത്തിട്ട് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പറ്റും. ഈ പാട്ട് C ഷാർപ്പിലാണ് കേട്ടോ. അപ്പം കുറച്ച് ആ പല്ലവി കഴിഞ്ഞ് അനുപല്ലവിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തിരി ഹൈ പോകുന്നുണ്ട്. അപ്പം അതെത്തുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കൂടെ തന്നെ പാടിയിട്ട് ആ ഹൈ പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ പാട്ട് സ്റ്റോപ്പ് ചെയ്ത് പാടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാടുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. നമ്മൾ ശ്രുതി മാറ്റിയിട്ട് നിങ്ങൾ പാടുമായിരിക്കും നന്നാവുക. കാരണം നമ്മളെ തൊണ്ടയ്ക്കൊക്കെ പിന്നീട് അത് ബുദ്ധിമുട്ടാവും ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പം. അങ്ങനെ നിങ്ങൾ സ്ട്രെയിൻ ചെയ്യേണ്ട. ഈ ശ്രുതിയിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രുതി താഴ്ത്തിയിട്ടിട്ട് പാടിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ശ്രുതി മാറ്റിയും അങ്ങനെ ഹൈ പിച്ച് ഉള്ളത് ലോ പിച്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താണെന്നറിയോ, നമുക്ക് നിങ്ങൾ കരോക്കെയൊക്കെ വെച്ച് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പിച്ചെടുക്കാൻ പറ്റില്ല, പ്രയാസമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറ്റുന്നത് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോ പിച്ചിലേക്ക് പോയാൽ മതി കേട്ടോ. പാട്ടിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾ എഴുതിയെടുക്കണേ. ആദ്യം നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബുക്ക് എടുക്കുക, ഇതൊന്ന് എഴുതിയെടുക്കുക ആദ്യം പാട്ട് കേട്ടോ. എന്നിട്ട് ആ പാട്ട് എഴുതിയെടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ എഴുതുന്ന സമയത്ത് നമുക്ക് പാടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളവിടെ എന്ത് ചെയ്ത് വയ്ക്കുക, മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇവിടെ എന്തോ ഒരു സംഗതി ഉണ്ട്, ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഹൈയിലേക്കൊക്കെ പോകുമ്പോൾ ഹൈയിലേക്ക് ഒരു ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചാൽ ഇപ്പോൾ മനസ്സിലാവും നമുക്ക്, ഈ വരി ഹൈ പോകുന്നുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം അത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് തന്നെ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കുക. അതായത് ടോപ്പിലാണ് നമ്മൾ സന്ധ്യയെ എടുക്കുന്നത്. ടോപ്പിൽ സായിലാണ് നമ്മൾ സന്ധ്യ എടുക്കുന്നത്. അവിടെയാണ് എടുക്കുന്നത് സന്ധ്യ എന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ, സന്ധ്യ അവിടെയാണ് എടുക്കുന്നത്. സന്ധ്യ എന്ന് ക്ലിയർ ആയോ? ആ സന്ധ്യയെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്നറിയോ, സന്ധ്യ എന്ന് പറയുന്നതും സന്ധ്യേ എന്ന് പറയുന്നതും രണ്ടും രണ്ട് തന്നെയാണ്. സന്ധ്യേ എന്നും സന്ധ്യേ കേട്ടോ. അപ്പോൾ രണ്ടാമത് പാടിയിട്ടുള്ള സന്ധ്യേ ആണ് നമ്മൾ പാടേണ്ടത്. അപ്പോൾ ഈ വാക്കുകളും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓരോ അക്ഷരങ്ങളും നമ്മൾ പറയുന്നത് നല്ല ഭംഗിയായിട്ട് പറഞ്ഞാലേ ആ പാട്ടിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുകയുള്ളൂ.
അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സന്ധ്യേ, കണ്ടോ അവിടെ സന്ധ്യേ എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം കണ്ടോ? അത് നന്നായി ശ്രദ്ധിക്കുക. സന്ധ്യേ എന്ന് തന്നെ പറയണം. ക്ലിയർ? അതുപോലെ കുറേ വാക്കുകളുണ്ട്, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ. സന്ധ്യേ, കണ്ണീരിതെന്തേ സന്ധ്യേ. ക്ലിയർ ആയോ? സന്ധ്യേ, ഒന്ന് തള്ളിക്കൊടുക്കുക. സന്ധ്യേ, കണ്ണീരിതെന്തേ, അവിടെ കണ്ണീരിതെന്തേ ദെന്തേ എന്ന് പറയണം. കണ്ണീരിതെന്തേ സന്ധ്യേ, വീണ്ടും അതുപോലെ തന്നെ സന്ധ്യ എടുക്കണം. ക്ലിയർ? എൻ്റെ കൂടെ ഒന്നുകൂടെ പാടി നോക്കൂ. സന്ധ്യേ, കണ്ണീരിതെന്തേ സന്ധ്യേ. ഓക്കെ, അടുത്ത വരി വരുന്നത് സ്നേഹമയി. അവിടെ അവിടെ അത്രയും സോഫ്റ്റ് ആയിട്ട് അത് പാടണം. സ്നേഹമയി. ക്ലിയർ? സ്നേഹമയി കേഴുകയാണോ, അവിടെ കേഴുകയാണോ നോ, അവിടെ ആ ഒരു സംഗതി, ഒരു കൊളുത്ത് അവിടെ ഇട്ട് കൊടുക്കണം. എന്ത്? കേഴുകയാണോ നോ നീയും നാ. അവിടെ അവിടെ രണ്ട് സ്ഥലത്തും ആ ഒരു സംഗതി വരുന്നത് എന്താ നോക്കിക്കേ. കേഴുകയാണോ നീ. ക്ലിയർ ആയോ? നോ നീയും. അവിടെ രണ്ട് സ്ഥലവും ശ്രദ്ധിച്ച് പാടണം കേട്ടോ. അപ്പൊ അത്രയും വരികൾ ഒരുമിച്ച് പാടൂ. സന്ധ്യേ, കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമയി കേഴുകയാണോ നീയും. ക്ലിയർ? ഇനി അടുത്ത വരി നിൻമുഖം പോൽ എന്നാണ്. നിൻമുഖം പോൽ ഒരടി കഴിഞ്ഞിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ. അവിടെ വരുന്നത് നിൻമുഖം പോൽ പോൽ, നിൻമുഖം പോൽ പോൽ ആ പോൽ എന്നാണ് വരുന്നത്. നിൻമുഖം പോൽ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ. നിൻമുഖം പോൽ. ക്ലിയർ? നൊമ്പരം പോൽ, നൊമ്പരം പോൽ പോൽ. അവിടെ ആ ഭാവം കൊടുത്തിട്ട് നിങ്ങൾ പാടണം കേട്ടോ. നമുക്കറിയാം ഇതൊരു വിഷാദ ഭാവം കൊടുത്തിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ? അപ്പം അതേപോലെ തന്നെ നമ്മളത് പാടിയെടുക്കണം. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ നിൽപ്പൂ എന്ന്. നിൽപ്പൂ രജനി. അവിടെ ഒന്ന് ജസ്റ്റ് നമ്മൾ തള്ളി കൊടുത്തിട്ടാണ് പാടുന്നത്. രജനി. ഓരോന്നും ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തിട്ടാണ് പാടുന്നത്. രജനി രജനി ഗന്ധി എന്നാ പാടുന്നത്. ശ്രദ്ധിച്ച് പാടണം കേട്ടോ. അപ്പോൾ അത്രയും വരെ ഒന്ന് നോക്കിക്കേ. സന്ധ്യേ, കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമയി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി. സന്ധ്യേ, വീണ്ടും അതൊന്നുകൂടി പാടുന്നുണ്ട്. എന്നിട്ട് സന്ധ്യ എടുക്കുമ്പോൾ സന്ധ്യേ, കണ്ണീരിതെന്തേ സന്ധ്യേ. അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ആ സന്ധ്യ കണ്ണീരിതെന്തേ എന്നുള്ളത് കണ്ണീരിതെന്തേ തെന്തേ എന്നെടുക്കുന്നുണ്ട്. കണ്ണീരിതെന്തേ സന്ധ്യേ സന്ധ്യേ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് ചേച്ചിമാരൊക്കെ എനിക്ക് ഇപ്പോൾ അറിയാം കമൻറ്റിൽ
ഇങ്ങനെ വായിച്ച് വായിച്ച് കുറേ പേരെയൊക്കെ അറിയാം, ചേട്ടന്മാരെയൊക്കെ അറിയാം. അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും നിങ്ങളെ റിലേറ്റീവ്സിലേക്കും പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരിലേക്കും നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അനുപല്ലവി നോക്കാം. മുത്തുകോർക്കും പോലെ വിഷാദ എന്നാണ് അല്ലേ. ആ പാട്ട് തന്നെ നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഒരു സങ്കടം നിറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ആ ഒരു ഫീല് നമ്മൾ കൊടുക്കണേ. മുത്തുകോർക്കും പോലെ, മുത്തുകോർക്കും അവിടെ ഒരു സംഗതി വന്നിട്ടുണ്ട്. എന്താ നോക്കിക്കേ, മുത്തുകോർക്കും എന്ന് അത് വരണം കേട്ടോ. മുത്തുകോർക്കും പോലെ അടി കഴിഞ്ഞിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുത്തു കണ്ടോ, മുത്തു അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുത്തുകോർക്കും പോലെ 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 എന്നാ വരുന്നത്. മുത്തുകോർക്കും പോലെ വിഷാദ വിഷാദ എന്നാണ് വരുന്നത്. ഒന്നുകൂടെ പാടി നോക്കിക്കേ. മുത്തുകോർക്കും പോലെ വിഷാദ. ക്ലിയർ ആയില്ലേ? സുസ്മിതം എന്നാണ് അവിടെ സംഗതി വരുന്നത്. സുസ്മിതം. ക്ലിയർ ആയോ? സുസ്മിതം. ഓക്കെ, സുസ്മിതം ചോടി വീണ്ടും വീണ്ടും എന്നാണ് എന്നെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നോക്കൂ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം ചോടി വീണ്ടും, അങ്ങനെയാണ് വരുന്നത്. താളം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പാടുമ്പോൾ താളം അടിച്ചിട്ട് പാടി പഠിക്കണം കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡ് കുറവായിരിക്കും ഞാൻ പറഞ്ഞു തരുമ്പോൾ, നിങ്ങൾക്ക് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കൂ, അടുത്ത വരി നോക്കിക്കേ എന്താന്നുള്ളത്. എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഗീതമാണത്. അവിടെ എന്നൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. അവിടെയും ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? ഈ സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ശ്രദ്ധിക്കണം. അതൊന്നുകൂടെ നമ്മൾ പാടുന്നുണ്ട്, അതേ ലൈൻസ് ഒന്നുകൂടെ പാടുന്നുണ്ട്. അവിടെ ചെറിയ ഒരു കുഞ്ഞു വ്യത്യാസം വരുന്നുണ്ട്. എന്താ നോക്കിക്കേ. അത് രണ്ടാമത് പാടുമ്പോൾ എത്തുകില്ലേ നാളെ എന്നുള്ളത് ഒരു ചെറിയ വ്യത്യാസം, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം ചോടി വീണ്ടും എത്തുകില്ലേ നാളെ. അത് അവിടെ പ്ലെയിൻ ആയിട്ടാണ് നാളെ കൊടുക്കുന്നത്. ആദ്യം പാടുമ്പോൾ നമ്മൾ ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. രണ്ടാമത് പാടുമ്പോൾ അത് പ്ലെയിൻ ആണ്. അതുപോലെ എത്തുകില്ലേ എന്നുള്ളത് അവിടെ ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. എത്തുകില്ലേ നാളെ എന്നാണ്. ഫസ്റ്റ് നമ്മൾ പാടിയപ്പോൾ എങ്ങനെയായിരുന്നു? എത്തുകില്ലേ എന്നാണ് കൊടുത്തത്. ആ ഒരു വ്യത്യാസം കേട്ടോ, ശ്രദ്ധിച്ചു പാടണേ. അടുത്ത ഭാഗം കുറച്ച് ഹൈ പോകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് എൻ്റെ കൂടെ പാടിയാൽ മതി, അങ്ങ് പൊയ്ക്കോളൂ. നോക്കാം എങ്ങനെയാണ്. ഹൃദയമേതോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇച്ചിരി പാടുണ്ടല്ലേ, സാറില്ല, പോവാം. ഹൃദയമേതോ. ക്ലിയർ ആയോ? ഒന്നുകൂടെ എൻ്റെ കൂടെ പഠിക്കൂ. ഹൃദയമേതോ. ഇപ്പം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഹൃദയമേതോ പ്രണയ പ്രണയ എന്ന
എന്നാണ് അവിടെ ഒരു സംഗതിയും കൊടുത്തിട്ടുണ്ട്. ഹൃദയമേതോ പ്രണയശോക പ്രണയശോക എന്നാണ് അത്. അഥവാ നിങ്ങൾക്ക് അത്ര ഹൈയിൽ കിട്ടുന്നില്ല ഈ സംഗതി പാടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് താഴെ പാടി നോക്കി ആ സംഗതി പഠിച്ചതിന് ശേഷം മുകളിലേക്ക് കയറിയാൽ മതി. അതായത് ഹൃദയമേതോ പ്രണയശോക, അതാണ് അതിൻ്റെ ബേസ് പാടി നോക്കാം. ഹൃദയമേതോ പ്രണയശോക, അതിൻ്റെ ഹൈ എങ്ങോട്ട് പോവും? ഹൃദയമേതോ പ്രണയശോക ശോക കഥകൾ, അത് മുകളിലാണ്. കഥകൾ വീണ്ടും പാടും. ക്ലിയർ ആയോ? കഥകൾ വീണ്ടും പാടും, വീണ്ടും വീണ്ടും പാടും പാടും വീണ്ടും. ടോപ്പിലാട്ടോ. വീണ്ടും കാലമേറ്റു. നമ്മൾ ഹെഡ് വോയിസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ഹൈയിലേക്ക് അത് പോകുന്നതുകൊണ്ട് ഹെഡ് വോയിസ് ഉപയോഗിക്കും. കാലമേറ്റു പാടും എന്നാ വരുന്നത്. വീണ്ടും കാലമേറ്റു പാടും, കാലമേറ്റു കാലമേറ്റു പാടും, ധാര പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, ഇങ്ങനെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആ സന്ധ്യയെ ആ ഒരു പല്ലവി മൊത്തം പാടുന്നുണ്ട്. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും, നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്നാ പാടുന്നത്. അത്രയും വരെ പാടിയിട്ടാണ് പിന്നെ ചരണത്തിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ചരണം എങ്ങനെയാ പാടുക എന്നുള്ളത്. അനുപല്ലവി പാടിയിട്ടുള്ള സെയിം അതേ ട്യൂൺ തന്നെയാണ് ചരണത്തിലും ഉള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. ദുഃഖമേ നീ പോകൂ കേടാത്ത എന്നാണ്. ദുഃഖമേ നീ ദുഃഖമേ നീ പോകൂ പോകൂ. ക്ലിയർ ആയോ? മുകളിൽ നമ്മൾ ഇതേ സംഗതി പഠിച്ചിട്ടുണ്ട്. ദുഃഖമേ നീ അല്ലേ, സെയിം സംഗതി മുകളിൽ പഠിച്ചിട്ടുണ്ട്. ദുഃഖമേ അവിടെയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ സന്ധ്യേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദുഃഖമേ ദുഃഖം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയണം കേട്ടോ. ദുഃഖമേ നീ നീ പോകൂ കേടാത്ത കേടാ, ഈ സംഭവം അവിടെ വരണം. ദുഃഖമേ നീ പോകൂ കേടാത്ത. ക്ലിയർ ആയോ? നിത്യതാര മോള് പാടിയിട്ടുണ്ട്. നിത്യതാര ജാലം ജാലം. ക്ലിയർ? പോലെ പോലെ. മനസ്സിലായോ? കത്തുമീ അനുരാഗം കത്തുമീ അനു എന്നെടുക്കണം അവിടെ. കത്തുമീ അനുരാഗം. നേരത്തെ നമ്മൾ പാടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഒന്നുകൂടെ പാടി നോക്കൂ എൻ്റെ കൂടെ. താളം നോക്കിക്കേ. ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദുഃഖമേ നീ പോകൂ കേടാത്ത നീ
അവിടെ എടുക്കുന്നത് ചെറിയൊരു വ്യത്യാസം. ഫസ്റ്റ് നമ്മൾ എടുത്തത് നിത്യതാര എന്നാണ്, പക്ഷെ രണ്ടാമത് എടുക്കുമ്പോൾ നിത്യതാര താരാജാലം അങ്ങനെ എടുക്കുന്നത്. ആ തായ്ക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ. നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം, അവിടെ കത്തുമീ അനുരാഗം എന്നാണ് എടുക്കുന്നത് കേട്ടോ രണ്ടാമത് പാടുമ്പോൾ. ഇനി അടുത്ത വരി നോക്കാം. അടുത്ത വരി എന്നാണ്. ഹൈ പോണോ കേട്ടോ, എൻ്റെ കൂടെ വരണേ. ഒന്നുകൂടെ പാടും. എന്നാണ്. ക്ലിയർ? ഓക്കെ. പ്രണയഗാനം കേൾക്കൂ കേൾക്കൂ നീയും നീയും രാരാ നീയും ഏറ്റുപാടാൻ 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 ഡാൻ പോരൂ പോരൂ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ഈ ഒരു ഭാഗം മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം അല്ലേ? നോക്കൂ. ദുഃഖമേ നീ പോകൂ കിടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ദുഃഖമേ നീ പോകൂ കിടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരിക എൻ്റെ പ്രണയഗാനം കേൾക്കൂ നീയും ഏറ്റുപാടാൻ പോരൂ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ ആ സന്ധ്യ എന്നുള്ളത് മുഴുവനായിട്ട് നമ്മൾ പാടിയിട്ട് ഒന്നുകൂടി സന്ധ്യ പാടുന്നുണ്ട്. ഞാൻ പാടിത്തരാം എങ്ങനെയാണെന്നുള്ളത്. സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. അങ്ങനെയാണത് സ്റ്റോപ്പ് ചെയ്യുന്നത് പാട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നന്നായിട്ട് പഠിക്കണം കേട്ടോ എല്ലാവരും. നല്ലൊരു പാട്ടാണ്, നന്നായിരുന്ന് പഠിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുക, നന്നായിട്ട് പാട്ടുകളൊക്കെ പഠിക്കുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.